മറയേണ്ടതോർത്ത് ചന്ദ്രനക്ഷത്രാദികൾ വിതുമ്പുമ്പോൾ മാറ്റമില്ലാതെങ്ങും വിരാജിക്കും ദൈവമേ, അങ്ങയെ വാഴ്ത്തുന്നു ഞങ്ങൾ. ഉദിച്ചെങ്ങും പ്രഭതൂകും പാരിലെ സൂര്യരശ്മിയേക്കാൾ പ്രശോഭിച്ചെന്നും പ്രസാദമേകുന്ന ദൈവമേ, അങ്ങേ മഹിമാവെത്ര മനോജ്ഞം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വീണ്ടും നാം എല്ലാവരും ഈ പ്രഭാതത്തിൽ ഒരുമിക്കുക. കർത്താവ് നൽകിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന ഒരവസരമാണ്. നാം മാത്രമല്ല, സകല ചരാചരവും ദൈവത്തെ സ്തുതിക്കുന്ന ഒരു സമയമാണ്. ശാന്തമായ പ്രകൃതിയും ശാന്തമായ മനസ്സും ദൈവം നമുക്ക് നൽകി ഈ പ്രഭാതത്തിലേക്ക് നമ്മെ വിളിച്ചു. കർത്താവിന് നമുക്ക് നന്ദി പറയാം. നന്ദിയുള്ള ഹൃദയത്തോടെ പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എല്ലാവരെയും ഒത്തിരി സ്നേഹത്തോടെ ഈ പ്രഭാത വിരുന്നിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നാം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകമായി സമർപ്പിക്കുന്ന പ്രാർത്ഥനയുടെ നിയോഗം എല്ലാ യുവജനങ്ങളെയുമാണ് സമർപ്പിക്കുന്നത്. പ്രത്യേകിച്ച് വിവാഹ തടസ്സമൊക്കെ അനുഭവപ്പെട്ട് അങ്ങനെ ബുദ്ധിമുട്ടിലായിരിക്കുന്നവർ, അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ സാഹചര്യത്തിൽ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായി പ്രതിസന്ധിയിലായിരിക്കുന്നവർ, അങ്ങനെയുള്ളവരെ പ്രത്യേകമായിട്ട് നമ്മൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. അവരുടെ എല്ലാം ജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ നമ്മുടെ നിയോഗങ്ങളും നമുക്ക് ഓർത്ത് സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം നമ്മൾ യാചിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥനയും സഹായവും നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വലിയ അനുഗ്രഹമാണ്. ഈ ശുശ്രൂഷയിലെ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക സഹായം നമുക്കുണ്ടാകുവാനായിട്ട് നമ്മെ തന്നെ സമർപ്പിക്കാം. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവായ ദൈവത്തെ വിളിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൽ നിറഞ്ഞ് തിരുവചനം സ്വീകരിക്കുവാനായിട്ട് നമുക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മാവായ ദൈവമാണ് വചനത്തിൻ്റെ പൊരുൾ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. പരിശുദ്ധാത്മാവാണ് വചനം നിറയുവാനായി നമ്മെ ശക്തിപ്പെടുത്തുന്നത്, അഭിഷേകം ചെയ്യുന്നത്. പരിശുദ്ധാത്മാവേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തോടു കൂടി നമുക്ക് കർത്താവിൻ്റെ തിരുവചനം ശ്രവിക്കാം. തൂമഞ്ഞിൽ വിടരും പുഷ്പസുഗന്ധമെത്രയോ ഹൃദ്യം, പരിമളത്തിനുറവയാം നറുസൗരഭ്യമാകട്ടെ ഞങ്ങളുമീ മണ്ണിൽ. മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 41-ാം തിരുവചനം. മത്തായി 26:41. പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കുവാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ
നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പ്രിയപ്പെട്ടവരെ, നമ്മൾ നോമ്പ് കാലത്ത് നോമ്പിൻ്റെ ധ്യാനത്തിലൂടെ ചിന്തയിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുക. ഈ നോമ്പുകാലം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ തീർച്ചയായും ഒരു പുതുജീവൻ നമുക്ക് ലഭിക്കുന്ന കാലഘട്ടമാണ്. പലപ്പോഴും നമ്മൾ വിചാരിക്കും നോമ്പ് എന്ന് പറയുന്നത് വലിയൊരു ത്യാഗത്തോടെ സഹനത്തോടെ ഒക്കെ പോകുന്നതാണല്ലോ എന്നൊക്കെ. പക്ഷെ അത്തരത്തിലല്ല നമ്മളതിനെ മനസ്സിലാക്കേണ്ടത്. മറിച്ച് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ദൈവം നൽകിയിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ് ഈ നോമ്പിൻ്റെ ദിവസങ്ങൾ. ഈ മേഖലയിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഈശോ എന്ന് നമ്മോട് പറയുകയാണ്, നിങ്ങൾ പ്രലോഭനത്തിൽ ഉൾപ്പെടാതിരിക്കുവാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുവിൻ. പ്രാർത്ഥനയുടെ മക്കളായി നമ്മൾ മാറണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? പ്രലോഭനങ്ങളെ ജയിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ലോകത്തിൽ പ്രലോഭനങ്ങൾ കടന്നു വരാം. ഈ ലോകത്തിൻ്റേതായ സ്വാധീനം ലോകം നമ്മുടെ മേൽ കാണിക്കും. ലോകത്തിലേക്ക് നമ്മളെ ആകർഷിക്കും. ലൗകികത നമ്മുടെ ചുറ്റുമുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങളിൽ അകപ്പെടാതെ സ്വർഗോന്മുഖരായി നാം എപ്രകാരം ജീവിക്കണമെന്ന് ഈ നോമ്പുകാലമൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത്. അതിനു വേണ്ടിയിട്ടുള്ള ഒരു പരിശ്രമമാണ് ഈ ദിവസങ്ങളിൽ നാം എല്ലാവരും നടത്തിക്കൊണ്ടിരിക്കുന്നതും. പ്രിയപ്പെട്ടവരെ, അതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ഉണർന്നിരുന്നുള്ള ഒരു പ്രാർത്ഥന, അതായത് ഊർജ്ജസ്വലതയോടു കൂടിയ പ്രാർത്ഥന, ത്യാഗത്തോടു കൂടിയുള്ള പ്രാർത്ഥന, അത് നമ്മെ പ്രലോഭനങ്ങളെ ജയിക്കുന്ന കൃപയിലേക്ക് നമ്മെ നയിക്കുന്നതാണ്. അപ്പോൾ പ്രലോഭനങ്ങളെ ജയിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഈ ലോകത്തിൻ്റെ മേൽ വിജയം നമുക്കുണ്ടാവുകയുള്ളൂ. കാരണം ഈശോയെ പ്രലോഭിപ്പിക്കുവാൻ വേണ്ടി പ്രലോഭകൻ കടന്നു വന്നു കഴിഞ്ഞപ്പോൾ കർത്താവ് തനിക്ക് നൽകിയ എല്ലാ പരീക്ഷണങ്ങളെയും വലിയൊരു കൃപയോടുകൂടി ചെറുത്തു തോൽപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പരിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നുണ്ട്. മരുഭൂമിയിലെ പരീക്ഷ, ആ സമയത്ത് നമ്മൾ വളരെ കൃത്യമായി തന്നെ ഇതിനെക്കുറിച്ച് കാണുകയാണ്. അപ്പോൾ യേശുവിനെ പ്രലോഭിപ്പിച്ച ആ പ്രലോഭകൻ ഇന്ന് നമ്മെയും പലതരത്തിലുള്ള പ്രലോഭനങ്ങളിലേക്ക് നയിക്കും, അതിലൊരു സംശയവുമില്ല. എന്നാൽ ഇത്തരം പ്രലോഭനങ്ങളെ നമ്മൾ ദൈവിക ശക്തിയോടെ ചെറുത്തു തോൽപ്പിക്കാനായിട്ട് നമുക്ക് സാധിക്കുമെന്നും ഈശോ നമ്മെ പഠിപ്പിക്കുക. തിരുവചനത്തിൽ യോഹന്നാൻ 16:23, യോഹന്നാൻ സുവിശേഷം 16-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ ഇപ്രകാരമാണ് തിരുവചനം പഠിപ്പിക്കുന്നത്: ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. ഈ ലോകത്തിൽ നിങ്ങൾക്ക് ഞെരുക്കങ്ങളുണ്ടാവും, എങ്കിലും നിങ്ങൾ ധൈര്യമായിരിക്കണം, കാരണം ഞാൻ ഈ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. അപ്പോൾ ഈ ലോകത്തെ കീഴടക്കിയിട്ടുണ്ട് എന്ന് ഈശോ പറയുകയാണ്. എല്ലാ പ്രലോഭനങ്ങളെയും ജയിച്ചിട്ടുണ്ട് എന്ന് ഈശോ പറയുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന പ്രലോഭനങ്ങളെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട, നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ വ്യഗ്രചിത്തരാവുകയും വേണ്ട. മറിച്ച് യേശുവിനോട് ചേർന്ന് നിൽക്കുക, യേശുവിലേക്ക് നോക്കുക. അവിടെ നമുക്ക് വിജയം കാണാൻ സാധിക്കും. അപ്പോൾ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്ന വിശ്വാസ സ്ഥിരത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷവും സമാധാനവും അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇന്നേ ദിവസം നമുക്ക് ഈ ഒരു ധ്യാനമാണ് നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും ഉണ്ടാവേണ്ടത്. നമ്മെ എല്ലാവരെയും സ്നേഹിച്ച് പരിപാലിച്ച ദൈവം പ്രലോഭനങ്ങളെ അതിജീവിക്കുവാനായിട്ടുള്ളൊരു കരുത്ത് നമുക്ക് നൽകുന്നുണ്ട്. ആ കൃപയിൽ വളരുവാൻ ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. വീണ്ടും നമ്മൾ പരിശുദ്ധ ഗ്രന്ഥത്തിൽ പ്രകാരം വായിക്കുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം, റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ: അതുകൊണ്ട് ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ. ജഡമോഹങ്ങൾ നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ തക്കവിധം പാപം നിങ്ങളുടെ മർത്യ ശരീരത്തിൽ ഭരണം നടത്താതിരിക്കട്ടെ എന്നാണ് പറയുന്നത്. ജഡത്തിൻ്റെ മോഹം എന്ന് പറയുമ്പോൾ ഒരു ശരീരത്തിൻ്റെ ആശകൾ എന്ന് മാത്രമല്ല, ഈ ലോകത്തിൻ്റേതായ താല്പര്യങ്ങൾ എന്നുകൂടെ അതിനർത്ഥമുണ്ട്.
ഈ ലോകത്തിൻ്റെ താല്പര്യങ്ങൾ നിങ്ങളെ പൂർണ്ണമായും കീഴ്പ്പെടുത്തി അടിമകളാക്കാതെ ഇരിക്കുന്നതിന് വേണ്ടിയിട്ട് ആ ജഡത്തിൻ്റെ ശക്തികളെ നിങ്ങൾ കീഴ്പ്പെടുത്തണം. പാപം നിങ്ങളുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താനായിട്ട് അനുവദിക്കരുത്. ഈ ലോകത്തിൽ നിന്ന് കടന്നു വരുന്നതൊന്നും നമ്മുടെ മർത്യശരീരത്തെ ഒരിക്കലും കീഴ്പ്പെടുത്തുവാനായിട്ട് അനുവദിക്കരുത് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുക. അതാണ് ശരിക്കുള്ള ഒരു തപസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാര്യങ്ങളെ ചെറുത്തു തോൽപ്പിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള തപസ്. ബാക്കിയുള്ളതെല്ലാം കുറച്ച് ദിവസത്തേക്ക് നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കുറച്ച് ദിവസത്തേക്ക് ചെയ്താൽ മതി. അത് കഴിഞ്ഞിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് മുൻപോട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നാം എടുക്കേണ്ട ഒരു തീരുമാനം ഇതാണ്: ഒരിക്കലും പാപം നമ്മുടെ മർത്യശരീരത്തിൽ ഭരണം നടത്താതിരിക്കാൻ തക്കവിധം ഞാൻ എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തും, എൻ്റെ വ്യക്തിബന്ധങ്ങളെ ക്രമപ്പെടുത്തും, എൻ്റെ സുഹൃത്ത് ബന്ധങ്ങളെ ക്രമപ്പെടുത്തും, എൻ്റെ ജീവിത മേഖലകളെ ക്രമപ്പെടുത്തും, എൻ്റെ സംസാരത്തെ ക്രമപ്പെടുത്തും, എൻ്റെ ഞാനെന്ന ഭാവത്തെ ഞാൻ ക്രമപ്പെടുത്തും, എളിമയിലേക്ക് കടന്നു വരും. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ പ്രിയപ്പെട്ടവരെ ഈ ദിവസങ്ങളിലെല്ലാം നമ്മെ പ്രത്യേകമായി ഉജ്ജ്വലിപ്പിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് വെളിച്ചമായി തീരണം. അപ്പോൾ ഈ ലോകത്തിൻ്റെ അന്ധകാരം നമ്മിൽ നിന്ന് വിട്ടുപോകും. ഈ ലോകത്തിൻ്റെ സ്വാധീനങ്ങൾ നമ്മിൽ നിന്ന് വിട്ടുപോകും. നന്മ ആഗ്രഹിക്കുവാനും നന്മ ചെയ്യുവാനും പ്രലോഭനങ്ങളെ ചെറുത്തു തോൽപ്പിക്കുവാനും അതുവഴി നമുക്ക് സാധിക്കുകയും ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ തിരുവചനത്തിലൂടെ കർത്താവ് പറഞ്ഞത്, പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ നിങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രാർത്ഥനയുടെ മക്കളായി നമ്മൾ മാറണം. വെറും വായ് കൊണ്ട് പറയുന്നവരല്ല, മറിച്ച് ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കുന്നതാണ് യഥാർത്ഥ പ്രാർത്ഥനയും. അങ്ങനെയുള്ളവരാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥിക്കുന്നവരും. ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിക്കണം. നാവുകൊണ്ട് മാത്രം പറഞ്ഞാൽ പോരാ. അപ്പോൾ ആ ഒരു മനോഭാവമാണ്. ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തണം. ഹൃദയം ദൈവത്തിങ്കിലേക്ക് ഉയർത്തണമെങ്കിൽ നമ്മുടെ ഹൃദയം ദൈവോന്മുഖമായിരിക്കണം. ഈ ലോകത്തിലേക്ക് ചാഞ്ഞു കിടക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ഈ ലോകത്തിലേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരവും ഈ ലോകത്തിലേക്ക് പോകും. ശരീരവും മനസ്സ് ഈ ലോകത്തിലേക്ക് പോകുമ്പോൾ ആത്മാവിനെ അത് ഈ ലോകത്തിലേക്ക് വലിക്കും. അപ്പോൾ ദൈവത്തിങ്കിലേക്ക് ഉയർന്ന ആത്മാവിനെ ദൈവിക ചൈതന്യത്തോടെ നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സും ശരീരവും ഈ ലോകത്തിൽ നിന്നകന്ന് ദൈവത്തിലേക്ക് അടുക്കാൻ തുടങ്ങും. അപ്പോൾ മാത്രമാണ് ശരിയായിട്ടുള്ളൊരു സന്തോഷവും സമാധാനവും നമുക്ക് ലഭിക്കുക. ഈ നോമ്പിനൊക്കെ ഒരു വലിയ അർത്ഥമുണ്ടാകുന്നത് അപ്പോൾ മാത്രമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇന്നേ ദിവസം നാം ദൈവസന്നിധിയിലായിരുന്നു പ്രാർത്ഥിക്കുമ്പോൾ ഈ ഒരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. വലിയൊരു ആത്മീയ ഉണർവ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവകൃപ തമ്മിൽ നിറയുവാനായിട്ട് പ്രാർത്ഥിക്കാം. ഒന്നിനെക്കുറിച്ചും വ്യഗ്രചിത്തരാവാതെ ഉണർന്നിരുന്ന് പ്രലോഭനങ്ങളെ ജയിക്കുന്ന വിശ്വാസത്തോടെയുള്ള പ്രാർത്ഥനയിൽ ശക്തരാകുവാൻ, പ്രാർത്ഥനയുടെ പോരാളികളായി തീരുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ആബാ പിതാവേ, സ്നേഹാഗ്നിയാൽ ജ്വലിക്കട്ടെ മക്കളാ ഞങ്ങളെല്ലാം. കരങ്ങൾ കൂപ്പി കണ്ണുകളടച്ച് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും ഈശോയ്ക്ക് സമർപ്പിക്കാം. ഇന്നത്തെ ദിവസം നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന, ഇന്നത്തെ നിയോഗം പ്രത്യേകമായിട്ട് നമുക്കൊന്ന് ഓർക്കാം. പലവിധ കാരണങ്ങളാൽ വിവാഹ തടസ്സം അനുഭവപ്പെടുന്നവർ, വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനായിട്ട് ബുദ്ധിമുട്ടുകളുള്ളവർ, അങ്ങനെയുള്ള മേഖലയിൽ ബുദ്ധിമുട്ടുന്ന എല്ലാ യുവജനങ്ങളെയും സമർപ്പിക്കാം. അവരുടെ എല്ലാം ജീവിതങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലുകൾക്കായിട്ട് സമർപ്പിക്കാം. അതുപോലെ തന്നെ പ്രത്യേകമായി നമ്മുടെ വ്യക്തിപരമായ ആവശ്യങ്ങൾ സമർപ്പിക്കാം. വ്യക്തിപരമായ ആവശ്യങ്ങൾ ദൈവസന്നിധിയിലേക്ക് ചേർത്ത് വയ്ക്കാം. ആ വ്യക്തിപരമായ ആവശ്യങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രഭാതത്തിൽ നമ്മുടെ കുടുംബാംഗങ്ങളെ എല്ലാം ഓർക്കാം.
പ്രത്യേകിച്ച് രോഗികളായിട്ട് കഴിയുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഓർക്കാം. രോഗപീഠയാലായിരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ ഓർക്കാം. അതുമല്ലെങ്കിൽ വിവാഹം കഴിക്കുവാൻ ആഗ്രഹിക്കുന്നു, പലവിധ തടസ്സങ്ങൾ അനുഭവപ്പെടുന്നു, അങ്ങനെയൊക്കെയുള്ളവരുണ്ടെങ്കിൽ അവരെയൊക്കെ ഓർക്കാം, സമർപ്പിക്കാം, പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രത്യേകമായിട്ട് സകല വിശുദ്ധരുടെയും പ്രത്യേക മധ്യസ്ഥം നമുക്ക് യാചിക്കാം. പ്രത്യേകിച്ച് നമ്മുടെ പേരിൻ്റെ കാരണഭൂതരായിട്ടുള്ള വിശുദ്ധർ, ഇടവകയുടെ വിശുദ്ധർ, അവരെ ഓർക്കാം, അവരുടെ മധ്യസ്ഥം യാചിക്കാം. പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥത്തിന് നമ്മെ തന്നെ സമർപ്പിക്കാം. പ്രത്യേകിച്ച് ഡിവൈൻ ധ്യാന കേന്ദ്രത്തെയും ഈ ഗുഡ്നസ് ചാനലിനെയും ഇവിടുത്തെ വിവിധങ്ങളായ ശുശ്രൂഷകളെയും ഓർക്കാം. പ്രത്യേകിച്ച് പ്രഭാത വിരുന്ന് എന്ന ഈ ശുശ്രൂഷയെ സമർപ്പിക്കാം. മരിയം കൂടാരങ്ങളിലൊക്കെ ആയിരുന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവർ, അവരോട് ചേർന്ന് ഇന്നേ ദിവസം ഒരല്പം ത്യാഗത്തോടെ പ്രാർത്ഥനയിലായിരിക്കുവാനായിട്ട് പരിശ്രമിക്കാം. ഒരു ജപമാലയോ കുരിശിൻ്റെ വഴിയോ ഒക്കെ ചൊല്ലി അവരോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവാനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതേപോലെ നമ്മുടെ നിയോഗങ്ങളെയും ഓർത്ത് സമർപ്പിക്കാം. പ്രത്യേകിച്ച് കാവൽ മാലാഖമാരോടും സകല മാലാഖ വൃന്ദങ്ങളോടും ചേർന്ന് അവരുടെ സംരക്ഷണത്തിനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം, അതിനുവേണ്ടി യാചിക്കാം. നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നിയോഗങ്ങളും നമ്മുടെ കർത്താവായ ഈശോ വഴിയായി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര എന്നേക്കും ആമേൻ. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? എന്നു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? അതിനുള്ള അർഹത എനിക്കില്ലല്ലോ മഹിയിൽ, അതിനൊത്ത ധനമൊന്നും കരുതലില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും മെനഞ്ഞു ഉള്ളവല്ലായ്മകൾ ഏറ്റെടുത്തു. ഉൾക്കരുത്തായി തൻ്റെ ആത്മാവിനെ നൽകി, വഴികളിൽ വിളക്കായി എരിഞ്ഞു സ്വയം. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും? ഒരു കടുകോളം ഉള്ളെൻ്റെ ജീവിതം അവിടുത്തെ സ്നേഹത്തിൻ കരയിൽ നിൽക്കേ. ഒരു
കടുക്കോളമേ ഉള്ളെൻ്റെ ജീവിതം അവിടുത്തെ സ്നേഹത്തിൻ കരയിൽ നിൽക്കേ. എല്ലാം അറിയുമങ്ങ് മാറാക്കരുതലിൽ, എല്ലാം അറിയുമങ്ങ് മാറാക്കരുതലിൽ. ഭൂമിതൻ പൂഴി പോലെ ശൂന്യമായി ഞാൻ, എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. ഒരു പുതുഗാനമായി ഉയരും ഞാനൂഴി, അവിടുത്തെ ആത്മാവിൻ നിറവൊന്നിനാ. ഒരു പുതുഗാനമായി ഉയരും ഞാനൂഴി, അവിടുത്തെ ആത്മാവിൻ നിറവൊന്നിനാ. ആരാരുമേകിടാത്തോരുദ്ബോധനങ്ങളിൽ, ആരാരുമേകിടാത്തോരുദ്ബോധനങ്ങളിൽ മഞ്ഞിൻ സൗഗന്ധമായി മാറിടും നീവ. എന്തു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. അതിനുള്ള അർഹത എനിക്കില്ലല്ലോ മഹിയിൽ, അതിനൊത്ത ധനമൊന്നും കരുതലില്ല. ഒന്നുമില്ലായ്മയിൽ നിന്നും മെനഞ്ഞു ഉള്ളവല്ലായ്മകൾ ഏറ്റെടുത്തു. ഉൾക്കരുത്തായി തൻ്റെ ആത്മാവിനെ നൽകി, വഴികളിൽ വിളക്കായി എരിഞ്ഞു സ്വയം. എന്നു ഞാൻ പകരം തരും മഹേശ, എങ്ങനെ സ്തുതി പാടിടും. തിരുസഭയോട് ചേർന്ന് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ മാർപ്പാപ്പയോടും കർദിനാളന്മാരോടും മെത്രാന്മാരോടും വൈദിക ഗണങ്ങളോടും സന്യസ്തരോടും സമർപ്പിതരോടും എല്ലാം ചേർന്ന് ദൈവജനത്തോടും ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എല്ലാവർക്കും സന്തോഷത്തിനൊരു ദിവസം ആശംസിക്കുന്നു. ഈശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.